എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്ന് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞ മാനേജ്മെന്റ് ഫംഗ്ഷൻ എടുക്കാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എന്തൊക്കെയാണ് എടുത്തിരുന്നത്? പ്ലാനിങ്, മാനേജ്മെന്റ് ഫംഗ്ഷന്റെ ആദ്യത്തെ ഫംഗ്ഷനായിട്ടുള്ള പ്ലാനിങ്, അതിനുശേഷം പിന്നെ ഓർഗനൈസിങ്. ഈ 2 ഫങ്ഷൻസ് നമ്മൾ കവർ ചെയ്തു. ഇനി മൂന്നാമത്തേതാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാഫിംഗ് എന്താണെന്നുള്ളതിൻ്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കി നോക്കാം. മെക്ഫാർലാൻഡ് പറയുന്നത്, സ്റ്റാഫിംഗ് ഈസ് ദ ഫംഗ്ഷൻ ബൈ വിച്ച് മാനേജേഴ്സ് ബിൽഡ് ആൻ ഓർഗനൈസേഷൻ ത്രൂ ദ റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ ആൻഡ് ദ ഡെവലപ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ആസ് കാപ്പബിൾ എംപ്ലോയീസ്. അതിൽ എല്ലാ കാര്യങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞുള്ള ഫംഗ്ഷനിൽ എന്തൊക്കെയാണ് വരുന്നത്? റിക്രൂട്ട്മെന്റ് വരുന്നുണ്ട്, സെലക്ഷൻ വരുന്നുണ്ട്, ഡെവലപ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽസ് വരുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാതും കവർ ചെയ്യുന്നതാണ് ഈ ഫാർലാൻഡിന്റെ ഡെഫിനേഷൻ. അടുത്ത ഡെഫിനേഷൻ നോക്കി വെക്കാം. The management function of staffing is defined as filling positions in the organization structure through identifying workforce requirements, inventorying the people available, recruitment, selection, placement, promotion, appraisal, compensation and training of needed people. അപ്പോൾ കുറച്ചുകൂടി ഇലാബറേറ്റഡ് ആയിട്ടാണ് ഈ കൂൺസ് ആൻഡ് ഒഡോണൽ പറയുന്നത് എന്തൊക്കെയാണ് സ്റ്റാഫിങ്ങിന്റെ ഡെഫിനേഷൻ. അപ്പോൾ ഇതിൽ തന്നെ മനസ്സിലാവും നമുക്ക് എന്തൊക്കെയാണ് സ്റ്റാഫിങ്ങിൽ വരുന്നത് എന്നുള്ളത്. സ്റ്റാഫിങ്ങിന്റെ ഇമ്പോർട്ടൻസ് നോക്കി നോക്കാം. അപ്പൊ ആദ്യത്തത് എഫിഷ്യന്റ് പെർഫോമൻസ് ഓഫ് ദ അതർ ഫംഗ്ഷൻ. ബാക്കിയുള്ള ഫംഗ്ഷനുകളൊക്കെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? സ്റ്റാഫിങ് പ്രോപ്പർ ആയിരിക്കണം. കാരണം നല്ല സ്റ്റാഫ് ഉണ്ടെങ്കിലല്ലേ ബാക്കിയുള്ള എല്ലാ ഫംഗ്ഷൻസും പ്രോപ്പറായിട്ട് വർക്ക് ആവുള്ളൂ. സ്റ്റാഫ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ അടുത്തത് എഫക്റ്റീവ് യൂസ് ഓഫ് ടെക്നോളജി ആൻഡ് അതർ റിസോഴ്സസ്. ഏത് ടെക്നോളജി യൂസ് ചെയ്യുകയാണെങ്കിലും ശരി, അത് മറ്റുള്ള അതർ റിസോഴ്സസിന്റെ യൂട്ടിലൈസേഷൻ ആയാലും ശരി, അത് പ്രോപ്പറായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള സ്കില്ലായിട്ടുള്ള വ്യക്തികൾ വർക്ക് ചെയ്യുമ്പോഴാണ്. നമുക്ക് വലിയ ടെക്നോളജി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിൻ്റെ എൻഡ് യൂസറായിട്ട് അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് അതിൻ്റെ സ്കില്ല് ഉണ്ടെങ്കിലാണ് ആ ടെക്നോളജി നമുക്ക് യൂസ് ഉണ്ടാവുള്ളൂ, അത് എഫക്റ്റീവ് ആവുള്ളൂ. അടുത്ത് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. ഈ വലിയ വലിയ കമ്പനികളിലായാലും ശരി, ഈ എംപ്ലോയീസിന്റെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു തുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ്, അതിന്റെ സെലക്ഷൻ, അവരുടെ ട്രെയിനിങ്, ബാക്കിയുള്ള അപ്രൈസൽ, ഇതും വലിയൊരു പ്രോസസ്സാണ്. ഇത് പ്രോപ്പറായിട്ട് നല്ല എഫിഷ്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ ആ കമ്പനിക്ക് നിലനിൽക്കാൻ പറ്റില്ല. അത്രയും ഒരു വേസ്റ്റേജ് അതിലുണ്ടാവും. അപ്പോൾ ഏറ്റവും ഒപ്റ്റിമം ആയിട്ട് ഹ്യൂമൻ റിസോഴ്സിന്റെ യൂട്ടിലൈസേഷൻ സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞ മാനേജ് ഫംഗ്ഷൻ വഴിയാണ് നടക്കുന്നത്. അടുത്തത് ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ. ഈ സ്കില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഒരുപാട് ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള മാൻ പവർ റിക്വയർമെന്റ്സ് ഉണ്ടാവും. ഇതൊക്കെ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാനും കണ്ടെത്താനും ഒക്കെ ഈ സ്റ്റാഫിങ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മോട്ടിവേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. നമുക്കറിയാം, നമ്മുടെ ഓർഗനൈസേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് ഉണ്ട്. പിന്നെ അവരുടെ എഡ്യൂക്കേഷൻ ലെവലിനനുസരിച്ചിട്ട്, അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഒക്കെ നമുക്ക് അവരുടെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. മാത്രമല്ല അവർക്ക് തന്നെ ഒരു ബിലോങ്ങിങ്സ് വേണം, അതുപോലെ തന്നെ അച്ചീവ് ചെയ്യാനുള്ള ഒരു മൊമെന്റം വേണം. ഇതൊക്കെ എങ്ങനെ കിട്ടും? അത് ഈ സ്റ്റാഫിങ്ങിന്റെ ഒരു ജോലിയാണ്. ഓക്കെ, ലാസ്റ്റത്തെ ബിൽഡിംഗ് ഓഫ് ഹയർ മൊറൈൽ. ഒരു എന്താ പറയാ, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് സെറ്റ് ചെയ്യേണ്ടതുണ്ട് എല്ലാ സ്ഥലത്തും. നമുക്ക് ഒരു ധാർമ്മികതയുടെ അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ആക്ഷൻസ് എടുത്തുകൊണ്ട്, അതായത് എന്തെങ്കിലും ഡിസിപ്ലിനറി ആക്ഷൻ ആണെങ്കിൽ അങ്ങനെ എടുത്തുകൊണ്ട്, അതല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള അപ്രീഷിയേഷൻ ആണെങ്കിൽ അത് എടുത്തുകൊണ്ട് ഒരു പ്രോപ്പർ ക്ലൈമറ്റ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതല്ലെങ്കിൽ എന്തുണ്ടാവും വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയീസിന്റെ മൊറയിൽ ഡൗൺ ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും സ്റ്റാഫിംഗ് ആണ്. ഇത്രയാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്. നമുക്ക് അതിന്റെ സ്റ്റാഫിംഗ് പ്രോസസ്സിലെ സ്റ്റെപ്പുകൾ നോക്കാം. ആദ്യം മാൻ പവർ അസസ്മെന്റ് ആണ്. ദ വെരി ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാഫിംഗ് ഇസ് ടു പ്ലാൻ മാൻ പവർ ഇൻവെന്ററി റിക്വയർഡ് ബൈ ദ കൺസേൺ ഇൻ ഓർഡർ ടു മാച്ച് ദം വിത്ത് ദ ജോബ് റിക്വയർമെന്റ്സ് ആൻഡ് ഡിമാൻഡ്സ്. അപ്പോൾ അതായത്
ഒരു ഓർഗനൈസേഷന് എത്ര മാൻ പവർ ആവശ്യമുണ്ട്, അതുപോലെ തന്നെ ഏതൊക്കെ അവരുടെ സ്കില്ലാണ് ആവശ്യമുള്ളത്, ആ രീതിയിൽ എല്ലാത്തിൻ്റെ ഒരു കംപ്ലീറ്റ് അസസ്മെന്റ്. ഓക്കെ, ഇത്ര മാനേജേഴ്സിന് ആവശ്യമുണ്ട്, ഇത്ര വർക്കേഴ്സിന് ആവശ്യമുണ്ട്, ഇത്ര ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിന് ആവശ്യമുണ്ട്, അത്തരത്തിലുള്ള ഒരു കംപ്ലീറ്റ് അസസ്മെന്റിനെയാണ് മാൻ പവർ അസസ്മെന്റ് എന്ന് പറയുക. ആ ഒരു എന്താണ് ആ ഓർഗനൈസേഷൻ ഫങ്ഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ രീതിയിൽ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഇത് ആവശ്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ്. ഇത് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ആദ്യം നമ്മൾ അസസ് ചെയ്യും, അതിനുശേഷം ഇത്ര എന്താ പറയാ ജോബ് വേക്കൻസി ഉണ്ട്, ഇത് പബ്ലിക്കിനെ നോട്ടിഫൈ ചെയ്യണല്ലോ, ആൾക്കാർക്ക് അത് ആവശ്യമുള്ള ആൾക്കാർക്ക്, ജോലി ആവശ്യമുള്ള ആൾക്കാരുടെ അടുത്ത് അഡ്വർടൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും പോർട്ടലിൽ കൊടുക്കാം. അത്തരത്തിലുള്ള ഒരു വർക്കിനെയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും റിക്രൂട്ട്മെന്റും സെലക്ഷനും ഇന്റർചേഞ്ചബിളി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ സ്റ്റാഫിങ് നമ്മൾ ഫോർമലായിട്ട് പഠിക്കുമ്പോൾ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് PSC തന്നെ ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, റിക്രൂട്ട്മെന്റ് വരും പറഞ്ഞത് അവർ നോട്ടിഫിക്കേഷൻ ഇറക്കും. കാരണം എന്താ വെച്ചാൽ ആദ്യം ഗവൺമെന്റ് റിപ്പോർട്ട് ചെയ്യും ഇത്ര ജോലികൾ ഒഴിവുണ്ടെന്ന്. അപ്പൊ PSC അത്രയും ഒഴിവുകൾക്ക് വേണ്ടിയിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കും. അതിനുശേഷം പിന്നെ നമ്മളെല്ലാവരും അതിന് അപ്ലിക്കേഷൻ ഫയൽ ചെയ്യും, മീൻസ് നമ്മൾ അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്തതിന് ശേഷം ഇനി എക്സാമുകൾ ഉണ്ടാവുമല്ലോ, എക്സാമിന് വേണ്ടിയിട്ട് കൺഫർമേഷൻ കൊടുക്കാൻ വരും. അപ്പോൾ നമ്മൾ കൺഫർമേഷൻ കൊടുക്കും. അപ്പൊ അത്രയാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ്. ഓക്കെ, അതിനുശേഷം നടക്കുന്ന എക്സാം, ഇന്റർവ്യൂ, റാങ്ക് ലിസ്റ്റ് ഇടല്, ഇതൊക്കെ എന്താണ്? അതൊക്കെ സെലക്ഷൻ പ്രോസസ്സാണ്. ഓക്കെ, ആദ്യം നമ്മൾ എത്രത്തോളം ഒരു എലിജിബിൾ പൂളിൽ എത്രത്തോളം ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ആൾക്കാരനെ എന്താ പറയാ ഇത് നോട്ടിഫൈ ചെയ്യാനും അവരെ കൊണ്ട് അപ്ലൈ ചെയ്യിക്കാനും റെഡി അവൈലബിൾ ആയിട്ട് നിർത്തുന്ന ഒരു പൂൾ സെറ്റ് ചെയ്യാനും ആണ് റിക്രൂട്ട്മെന്റ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം പിന്നെ സെലക്ഷൻ എന്നുള്ള പ്രോസസ്സ്, നമുക്കിതിന്റെ ഡിഫറൻസ് നമുക്കൊരു സ്കെഡ്യൂൾ ആയിട്ടിട്ടുണ്ട് ഒരു സ്ലൈഡിൽ. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഉള്ള ആൾക്കാരിൽ നിന്ന് സ്ക്രീൻ ചെയ്ത് അതിൽ നിന്ന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സെലക്ഷൻ. നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷവും ഒരു ഓർഗനൈസേഷനിലേക്ക് ഹയർ ചെയ്യുമ്പോൾ അപ്പൊ അവിടുത്തെ കാര്യങ്ങൾ ജോബ് സ്പെസിഫിക് ആയിട്ടുള്ള ചെറിയ എന്താ പറയാ മീൻസ് ഓർഗനൈസേഷൻ പോളിസി, അതുപോലെ തന്നെ അവർ പ്ലേസ്മെന്റ്, അതിന്റെ റെമ്യൂണറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നതിന് ഓറിയന്റേഷൻ ആൻഡ് പ്ലേസ്മെന്റ് എന്ന് പറയും. വൺസ് സ്ക്രീനിങ് ടേക്സ് പ്ലേസ്, ദ അപ്പോയിന്റഡ് കാൻഡിഡേറ്റ്സ് ആർ മെയ്ഡ് ഫെമിലിയർ ടു ദ വർക്ക് യൂണിറ്റ്സ് ആൻഡ് ദ വർക്ക് എൻവയൺമെന്റ് ത്രൂ ഓറിയന്റേഷൻ പ്രോഗ്രാംസ്. വർക്ക് എൻവയൺമെന്റിന്റെ ഫെമിലിയറൈസേഷൻ. പ്ലേസ്മെന്റ് ടേക്സ് പ്ലേസ് ബൈ പുട്ടിംഗ് റൈറ്റ് മെൻ ഓൺ റൈറ്റ് ജോബ്. ഓക്കെ, അതിനുശേഷം ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. Training is a part of incentive given the workers in order to develop and grow them within the concern. Training is generally given according to the nature of activities and scope of expansion in it. Along with it, the workers are developed by providing them extra benefits of in-depth knowledge of their functional areas. Development also includes giving them a key important jobs as a test or examination in order to analyze their performance. Training and development കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഒറ്റ കാര്യം പറയാം, ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ആ ജോബ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അഡീഷണൽ സ്കിൽ സെറ്റ്, നമ്മൾ ഓൾറെഡി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, പക്ഷെ ആ ജോബ് സ്പെസിഫിക് ആയിട്ടുള്ള അഡീഷണൽ സ്കിൽ സെറ്റ് കൊടുക്കുന്ന ഒരു ഷോർട്ട് ടൈം ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ട്രെയിനിങ്. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആണ്. എത്രത്തോളം നമ്മൾ എംപ്ലോയ്മെന്റിൽ ഉണ്ടോ അത്രയും സമയം ഈ ഡെവലപ്മെന്റിന്റെ പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും. അടുത്തത് റെമ്യൂണറേഷൻ. അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഈ എന്താ പറയാ സൂട്ടബിൾ ആയിട്ടുള്ള കോമ്പൻസേഷൻ, മോണിറ്ററി കോമ്പൻസേഷൻ കൊടുക്കുന്നതാണ് റെമ്യൂണറേഷൻ. അടുത്തത് ഓക്കെ, അടുത്ത പെർഫോമൻസ് ഇവാലുവേഷൻ. ഇതേപോലെ തന്നെ നമ്മളൊരു ജോബിൽ കയറിയതിന് ശേഷം നമ്മുടെ പെർഫോമൻസ് ഏത് രീതിയിലാണ് അത് ഒരു കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യും. അതിനനുസരിച്ചിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കുകയും ഒരു റെഗുലർ അസസ്മെന്റ് ആണ് പെർഫോമൻസ്. നമുക്ക് ഏതെങ്കിലും ഒരു ജോബ് കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ജോബ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ ക്വാളിറ്റികൾ ഉണ്ടായിരിക്കും, അതിന്റെ ഒരു പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും, പ്രോപ്പറായിട്ട് അതിന്റെ എന്താ പറയാ ആ ഒരു
SOP, സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. അതുപോലെ തന്നെ ഒരു വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു മിനിമം ക്വാളിറ്റി ഉണ്ടല്ലോ, അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ പ്രൊമോഷൻ ആൻഡ് ട്രാൻസ്ഫർ. ഒരു സർട്ടൻ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൽ ആ ഓർഗനൈസേഷൻ്റെ മറ്റ് ജോബുകൾ നമുക്ക് പരിചയപ്പെടുകയും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ജോബിൽ കൂടുതൽ മാസ്റ്റർ ആവുകയും ചെയ്യുമ്പോൾ നമുക്ക് പ്രൊമോഷനും അല്ലെങ്കിൽ ട്രാൻസ്ഫറും ഒക്കെ ലഭിക്കും. അപ്പോൾ ഇത്രയാണ് പ്രോസസ്സ്, സ്റ്റാഫിങ്ങിൻ്റെ പ്രോസസ്സ്. നമുക്ക് ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ. ഇത് രണ്ടും നോക്കി വെക്കാം. According to Edwin Flippo, recruitment is a process of searching of prospective employees and stimulating them to apply for the job in the organization. നമുക്കിവിടെ ഒരൊറ്റ പാർട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ നമ്മൾ ധരിച്ചിരിക്കുന്ന ഒരു റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ രണ്ടും കൂടി ഒരുമിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അതായത് താല്പര്യമുള്ള എംപ്ലോയീസിനെ ഇത് എന്താ പറയുക, അപ്ലൈ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും അവരെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പൂൾ സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആ ജോബ് ഏത് ഓർഗനൈസേഷനിലാണോ ജോബ് ഉള്ളത് അത് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു സ്ഥലം വരെ. റിക്രൂട്ട്മെന്റ് മീൻസ് ടു എസ്റ്റിമേറ്റ് ദ അവൈലബിൾ വേക്കൻസീസ് ഇൻ ദ ഓർഗനൈസേഷൻ ആൻഡ് ടു മേക്ക് അറേഞ്ച്മെന്റ്സ് ഫോർ ദ സെലക്ഷൻ ഓഫ് അപ്പോയിൻമെന്റ്. ഇത് ഒരു വലിയൊരു പ്രോസസ്സാണ്. പൊതുവെ ഒരു അപ്ലിക്കന്റ് അറിയുന്നില്ല. ഇത് എസ്റ്റിമേറ്റ് എടുക്കണമല്ലോ, അതായത് എത്ര ആൾക്കാരെ വേണം, ഒരു ജോലിക്ക് എത്ര ആൾക്കാരെ വേണം, ആ ഒരു ഓർഗനൈസേഷനിൽ ഇനി എത്ര സ്റ്റാഫിന് കൂടുതൽ വേണം, ഇത്തരത്തിലുള്ള ഒരു അസസ്മെന്റ് നമ്മളറിയാതെ തന്നെ മുമ്പ് നടക്കുന്നുണ്ടാവും. റിക്രൂട്ട്മെന്റ് ഈസ് എ പോസിറ്റീവ് ഫംഗ്ഷൻ ഇൻ വിച്ച് publicity is given to the job available in the organization and interested candidates are encouraged to submit application for the selection. അത്തരത്തിൽ ഒരു പബ്ലിസിറ്റി കൊടുക്കുന്നതിന്, അതിന് ഏതെങ്കിലും തരത്തിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസിന്റെ ഒരു എന്താ പറയാ, ഒരു അപ്ലിക്കന്റിന് അപ്ലൈ ചെയ്യാൻ തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളിലും ഈ റിക്രൂട്ട്മെന്റ് ഭാഗമായിട്ടാണ് ചെയ്യേണ്ടത്. ഇൻ ദ റിക്രൂട്ട്മെന്റ് പൂൾ ഓഫ് എലിജിബിൾ ആൻഡ് ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ്സ് ആർ ക്രിയേറ്റഡ് ഫോർ ദ സെലക്ഷൻ ഓഫ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ്. അത്തരത്തിൽ ഏറ്റവും ഒരു പൂൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ റിക്രൂട്ട്മെന്റിന്റെ ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ. ഇനി രണ്ട് തരത്തിലുള്ള റിക്രൂട്ട്മെന്റ് ഉണ്ട്. ഒന്ന് ഇന്റേണൽ റിക്രൂട്ട്മെന്റ് എടുക്കാൻ പറ്റും, എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് എടുക്കാൻ പറ്റും. നമ്മൾ PSC പഠിക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ വളരെ ഫേമസ് ആണ്. നമുക്കറിയാലോ, എന്താ പറയാ, തസ്തിക മാറ്റം വഴി അല്ലെങ്കിൽ ഈ ഇന്റേണൽ റിക്രൂട്ട്മെന്റ്, പിന്നെ എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ്. എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് പറഞ്ഞാൽ നമ്മൾ PSC പഠിച്ച് എക്സ്പീരിയൻഡ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അവർ തമ്മിലുള്ള പൊളിറ്റിക്സ് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് കുറെ പേർക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാ സ്ഥലത്തുള്ളതാണ്. ഇപ്പോൾ ഒരു സാധാരണ ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവർക്ക് ഇന്റേണലി തന്നെ ഒരുപാട് അവർക്ക് റിസോഴ്സസ് ഉണ്ടായിരിക്കും, പുറത്ത് പോയി ഹയർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ എല്ലാ സമയത്തും അത്തരത്തിൽ ഇന്റേണലി എടുക്കുന്നത് നല്ലതല്ല. അപ്പോൾ അത് എന്താണെന്ന് നോക്കി വെക്കാം. ഇപ്പൊ ഇന്റേണൽ പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമോഷൻസ്, ട്രാൻസ്ഫേഴ്സ്, ഇന്റേണൽ ജോബ് പോസ്റ്റിംഗ്, ഇതാണ് എക്സാമ്പിൾസ്. ഇതിന്റെ നല്ല വശം എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫാസ്റ്റർ ആണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അതായത് ഒരു ജോബ് പുതിയ ആൾക്കാരനെ എടുക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ സാലറി എക്സ്പെക്ടേഷൻസ് ഒക്കെ ഹൈ ആയിരിക്കും. എന്നാൽ ഓൾറെഡി താഴ്ന്ന ഒരു സാലറിക്ക് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു പ്രൊമോഷൻ കൊടുത്ത് വളരെ ചെറിയ ഹൈക്കിൽ അവരെ ചിലപ്പോൾ പ്രൊമോട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ അതൊരു കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അത് മാത്രമല്ല, ഈ റിക്രൂട്ട്മെന്റിന് ഭാരിച്ച പൈസ ചെലവില്ല. ഒരുപാട് പബ്ലിസിറ്റി, അതുപോലെ തന്നെ പ്രോസസ്സ് ഉണ്ടല്ലോ, ആൾക്കാരെ എടുക്കുന്ന റിക്രൂട്ട്മെന്റ് പ്രോസസ്സ്, ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റും ഇന്റേണൽ റിക്രൂട്ട്മെന്റ് ആണെങ്കിൽ. ബൂസ്റ്റ് എംപ്ലോയി മൊറൈൽ, അത് തീർച്ചയായിട്ടും ഒരു എംപ്ലോയി മൊറൈൽ കൂട്ടും. കാരണം അവിടെ അത്ര നാൾ വർക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഉന്നമനം ഉണ്ടെങ്കിലല്ലേ ആൾക്കാർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ആ രീതിയിൽ ഉപകാരപ്പെടും. കാൻഡിഡേറ്റ്സ് ഓൾറെഡി അണ്ടർസ്റ്റാൻഡ് കമ്പനി കൾച്ചർ. ഓൾറെഡി ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ബ്രീഫ് ചെയ്ത് ഇൻഡക്ഷൻ ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. എല്ലാതും അവർക്ക് അറിയാം, എങ്ങനെയാണ് ഓർഗനൈസേഷനിൽ നടക്കുന്നത്, ആ ഓർഗനൈസേഷൻ കൾച്ചർ അവർക്ക് അറിയാം. അതുകൊണ്ട് പ്രശ്നമില്ല. ഇതിന്റെ പോരായ്മകൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ലിമിറ്റഡ് പൂൾ ഓഫ് ടാലന്റ് ആണ്. നമുക്ക് ഒരു പ്രത്യേക സ്കിൽ സെറ്റുള്ള ഒരാളെ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു
ഓർഗനൈസേഷൻ തന്നെ കിട്ടാൻ എല്ലായ്പ്പോഴും എളുപ്പമല്ല. കാരണം എന്താ വെച്ചാൽ അതിൽ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ അവർക്ക്. അപ്പോൾ അവരുടെ സ്കിൽ സെറ്റൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ അതിൽ കൂടുതൽ ഒരു ഹയർ സ്കിൽ സെറ്റ് വേണമെങ്കിൽ അത് പറ്റില്ല. ഓക്കെ. മാത്രമല്ല ഇത് ഇന്റേണൽ കോമ്പറ്റീഷനും കോൺഫ്ലിക്റ്റും കൂട്ടും ചെയ്യും. ഇപ്പോൾ ആർക്ക് പ്രൊമോഷൻ കൊടുക്കുന്നു, ആര് വാങ്ങുന്നു, അപ്പോൾ അതിൻ്റെ പൊളിറ്റിക്സ്, ഈ ഓഫീസ് പൊളിറ്റിക്സ് ഒക്കെ പ്രധാനമായിട്ടും വരുന്നത് ഈ പറഞ്ഞ ഇന്റേണൽ പോസ്റ്റിങ്ങിനെ ചൊല്ലിയാണ്. ഓക്കെ. ഇനി എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ്, ഹയറിംഗ് കാൻഡിഡേറ്റ്സ് ഫ്രം ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ, ജോബ് പോർട്ടൽ വഴി, ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴി, റിക്രൂട്ട്മെന്റ് ഏജൻസീസ് വഴി ആൾക്കാർക്ക് റിക്രൂട്ട് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ബ്രിങ് ഫ്രഷ് ഐഡിയാസ് ആൻഡ് സ്കിൽസ്, പുതിയ ഒരു ഐഡിയാസും സ്കിൽസും പുതിയ ആ ഒരു ഓർഗനൈസേഷനിലുള്ള വേറൊരു രീതിയിൽ നോക്കി കാണാനൊക്കെ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന എംപ്ലോയീസിന് പറ്റും. വൈഡർ ടാലന്റ് പൂൾ, നേരത്തെ അറിയാം നമുക്ക് പുറത്തുനിന്ന് എടുക്കുമ്പോൾ എത്ര ഹയസ്റ്റ് ടാലന്റ് വേണമെങ്കിൽ നമുക്ക് കിട്ടും. നമുക്കൊരു ലിമിറ്റേഷൻ ഇല്ല. ഓക്കെ. അതിന്റെ പോരായ്മകൾ എന്താ വെച്ചാൽ മോർ എക്സ്പെൻസീവ് ആൻഡ് ടൈം കൺസ്യൂമിങ്. ഇപ്പൊ ആൾക്കാരെ ഇപ്പോൾ ഒരാളെ റിക്രൂട്ട് ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമില്ല. ഒരുപാട് പറഞ്ഞ പോലെ ടാലന്റ് പൂൾ ഉണ്ടാക്കണം, അതിന് സെലക്ഷൻ പ്രോസസ് നടത്തണം. ഇതൊക്കെ കഴിഞ്ഞാലും പിന്നെയും അവര് ആ ഓർഗനൈസേഷനുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു പ്രശ്നമാണ്. പിന്നെ ആ കൾച്ചറുമായിട്ട് അവര് എന്താ പറയാ ഫെമിലിയർ ആവാനും ഒക്കെ സമയമെടുക്കും. അപ്പൊ അതൊരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളതും എക്സ്പെൻസീവ് ആയിട്ടുള്ളതുമാണ്. റിസ്ക് ഓഫ് ഓക്കെ കൾച്ചറൽ ഫിറ്റ് നേരത്തെ പറഞ്ഞു. അത് തന്നെയാണ് ഇത് ഓക്കെ പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഒരു കൾച്ചറൽ ഫിറ്റ് ആവാന്ന് പറഞ്ഞാൽ ചില ഓർഗനൈസേഷനിലെ കൾച്ചർ എല്ലാവർക്കും താല്പര്യപ്പെടുന്നതായിരിക്കില്ല. അപ്പോൾ എല്ലാ സെലക്ഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർക്ക് ആ ഓർഗനൈസേഷൻ കൾച്ചർ സെറ്റ് ആയില്ലെങ്കിൽ പിന്നെ ആ സോഴ്സ് വെറുതെയായി, ഒരു റിക്രൂട്ട്മെന്റ് വെറുതെയായി, വീണ്ടും ആളെ സെലക്ട് ചെയ്യണം. ചലഞ്ചസ് ഇൻ റിക്രൂട്ട്മെന്റ് എന്തൊക്കെയാണ് ചലഞ്ചസ് നോക്കാം. ടാലന്റ് ഷോർട്ടേജസ് എസ്പെഷ്യലി ഇൻ സ്പെഷ്യലൈസ്ഡ് ആൻഡ് ടെക്നിക്കൽ റോൾസ്. ടെക്നിക്കൽ റോൾസിൽ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ടാലന്റ് ഷോർട്ടേജ് ഉണ്ട്. ഹൈ കോമ്പറ്റീഷൻ ഫോർ ടോപ്പ് ടാലന്റ് ഇൻ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്സ്. ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ടാലന്റുകൾക്ക് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് മീൻസ് വളരെ കോമ്പറ്റീറ്റീവ് ആണ്. ബയാസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ, റിസ്ക് ഓഫ് അൺകോൺഷ്യസ് ബയാസ് ഇൻ സെലക്ഷൻ. ഇത് റിക്രൂട്ട്മെന്റിൽ പലപ്പോഴും അറിയാത്ത നമ്മൾ സെലക്ഷനിൽ ഒരു ബയാസ് വരും, ഡിസ്ക്രിമിനേഷൻ വരും. ചില ആൾക്കാർ കാസ്റ്റ് അനുസരിച്ച് ഡിസ്ക്രിമിനേറ്റ് ചെയ്യും, ചില ആൾക്കാർ റിലീജിയൻ അനുസരിച്ച് ഡിസ്ക്രിമിനേറ്റ് ചെയ്യും, ചില ആൾക്കാർ ജെൻഡർ അനുസരിച്ച് ഡിസ്ക്രിമിനേറ്റ് ചെയ്യും, ചില ആൾക്കാർ റീജിയൻ അനുസരിച്ച് ഡിസ്ക്രിമിനേറ്റ് ചെയ്യും. ഇതൊക്കെ നമുക്ക് അറിയാം, എല്ലാ ഓർഗനൈസേഷനിലും അത് നടക്കുന്നതാണ്. അതൊരു ബയാസാണ്. പല സമയത്ത് അൺകോൺഷ്യസ് അല്ല, കോൺഷ്യസ് ആയിട്ട് തന്നെ ഇത്തരത്തിലുള്ള ബയാസ് ഉണ്ട്. ഓക്കെ. പ്രൈവറ്റ് ഓർഗനൈസേഷന്റെ കാര്യമാണ് പറഞ്ഞത്. ഗവൺമെന്റ് ഓർഗനൈസേഷൻ അതിനൊക്കെ പ്രത്യേകമായിട്ടുള്ള മാനദണ്ഡങ്ങളുള്ളതുകൊണ്ട് അത്ര പ്രശ്നമില്ല. ഓക്കെ. എംപ്ലോയർ ബ്രാൻഡിങ്, അട്രാക്ടിങ് കാൻഡിഡേറ്റ്സ് ഡിപ്പെൻഡ് ഓൺ കമ്പനി റെപ്യൂട്ടേഷൻ. ഓക്കെ. എന്താ പറയാ കമ്പനി, നമുക്ക് ഓരോ കമ്പനി, നമുക്ക് ജോലി ചെയ്യുന്ന കമ്പനി ഏതാണെന്ന് പറയുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവില്ല അല്ലേ? ഓക്കെ. കളർ അനുസരിച്ചിട്ടുണ്ട്. ഓക്കെ. ഉണ്ടാവാം, നമുക്ക് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ ഇതുണ്ടല്ലോ, ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ആ കമ്പനിയുടെ പേര് നമുക്ക് പറയുമ്പോൾ ഒരു അഭിമാനം വേണ്ട. അപ്പൊ അതിനനുസരിച്ച് പല ആൾക്കാരും ഇവൻ നല്ല സാലറി കിട്ടിയാലും അല്ലെങ്കിൽ നല്ല ജോബാണെങ്കിലും ചെറിയ കമ്പനികൾക്ക് ജോലി ചെയ്യാൻ സാധ്യത കുറവാണ്. റിട്ടൻഷൻ റിസ്ക്, ഹൈ ടേൺ ഓവർ ഇഫ് റിക്രൂട്ട്മെന്റ് ഡസന്റ് അലൈൻ വിത്ത് കൾച്ചർ. ഈ ടേൺ ഓവർ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾ ഏതെങ്കിലും ഒരു മാനേജ്മെന്റ്, ഈ കമ്പനികളുടെ മാനേജ്മെന്റ് ആയിട്ട് പ്രാക്ടിക്കലി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം. ഇപ്പോൾ ഒരു റിസോഴ്സിനെ ഡെവലപ്പ് ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കമ്പനികളിൽ ഏതെങ്കിലും വർക്ക് അവരെ കൊണ്ട് ചെയ്യിക്കണമെങ്കിൽ ചിലപ്പോൾ 5-6 മാസം വേണ്ടി വരും. ഈവൻ 1 മാസത്തെ ട്രെയിനിങ് ആണെങ്കിലും. പിന്നെ എപ്പോഴും നമ്മൾ കാണുന്നില്ലേ ട്രോളിലൊക്കെ കാണില്ലേ, ഇന്റേൺസ് സീനിയറിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഓക്കെ. അപ്പോൾ ഒരു 6 മാസം 7 മാസമൊക്കെയാണ് ഇങ്ങനെ ഇവരെ ഭയങ്കരമായിട്ട് കെയർ ചെയ്ത് അവർക്ക് പറഞ്ഞു കൊടുത്ത് അവർക്ക് ആ ഓർഗനൈസേഷൻ്റെയും ആ വർക്കിൻ്റെയും എല്ലാ കാര്യങ്ങളും മനസ്സിലാവുക. അപ്പോൾ ഒരു 6-7 മാസം കഴിഞ്ഞ് ഇവർ റിസൈൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും? വീണ്ടും ഒരാളെ പുതിയ കൊണ്ടുവരണം. അപ്പൊ അയാളെ അത്രയും ടൈം വേസ്റ്റ് ആണ്, അതുപോലെ എമൗണ്ട് വേസ്റ്റ് ആണ്. ബോണ്ടൊന്നും ശരിയല്ല. ഓക്കെ. ബോണ്ടൊന്നും ഇപ്പൊ നിയമവിരുദ്ധമാണ്. അത്രത്തില് നോക്ക്, ഒരു എംപ്ലോയി അതല്ലേ സ്റ്റാഫിങ്ങിന്റെ നമ്മൾ പഠിക്കുന്നത് മാനേജ്മെന്റ്. ഒരു ബോണ്ട് വെച്ചിട്ട് അവരെ കൊണ്ട് കൊല്ലാകൊല ചെയ്യിച്ചു കഴിഞ്ഞാൽ അത് ശരിയാണോ? അതല്ലല്ലോ മാനേജ്മെന്റ്.
ഇപ്പൊ പല നേഴ്സുമാരുടെ ഒക്കെ അനുഭവങ്ങൾ പറഞ്ഞേക്കണം. അതായത് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു 10,000-12,000 രൂപയാണ് അവർക്ക് സാലറി കൊടുക്കുന്നത്. ചിലപ്പോൾ 12 മണിക്കൂർ ഒക്കെയാണ് വർക്ക് ചെയ്യിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ അങ്ങനെ ജോലി ചെയ്യിക്കുന്നത് ഇതേപോലെ ബോണ്ടൊക്കെ വെച്ചിട്ടായിരിക്കും അവർ ചെയ്യിക്കേണ്ടത്. മനസ്സിലായോ? അതൊരു മാനേജ്മെന്റ് അല്ലല്ലോ. മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കണം, പെർഫോമൻസ് ഇവാലുവേഷൻ നടത്തണം. അതുപോലെ തന്നെ ആ ഒരു കമ്പനിയുടെ നമ്മൾ ഒരു എംപ്ലോയി ആണെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യണമെന്ന് നമ്മൾ വേറൊരു തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കും അടിമപ്പെടാതെ നമുക്ക് ഒരു തീരുമാനം ഉണ്ടായിരിക്കും. ഓക്കെ, എനിക്ക് ഈ കമ്പനിയിൽ ജോലി ചെയ്യണം. ഓക്കെ, അത്തരത്തില് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ കമ്പനിയുടെ മാനേജ്മെന്റിന് കഴിഞ്ഞില്ലെങ്കിൽ അത് ആ സ്റ്റാഫിങ്ങിന്റെ ഫംഗ്ഷൻ എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ളതാണ് അല്ലേ. അപ്പൊ നമുക്കിപ്പോ ഒരു എന്താ പറയുക, ബുദ്ധിമുട്ടാണെങ്കിൽ തന്നെ നമ്മളെ ഓർഗനൈസേഷൻ സപ്പോർട്ട് ചെയ്യും. അതേപോലെ തന്നെ നമ്മളും പുതിയതായിട്ട് ജോലി ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നമ്മളും ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അതല്ലാതെ നമ്മളെ മനഃപൂർവ്വം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ചില പ്രവണതകൾ കണ്ടിട്ട് അപ്പൊ നമുക്ക് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഒഴിവായി പോവല്ലേ ചെയ്യുക. അപ്പൊ മനഃപൂർവ്വം എക്സ്പ്ലോയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയാ, ഇഗ്നോർ ചെയ്യുക, സെർട്ടൻ റിക്വയർമെന്റ്സ് ഉണ്ടാവുമല്ലോ, അതിനെ ഇഗ്നോർ ചെയ്യുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഓർഗനൈസേഷന്റെ ഒരു ബാഡ് കൾച്ചർ ആയിട്ടാണ് നമ്മൾ. അപ്പൊ അങ്ങനെ കൾച്ചർ സെറ്റ് ചെയ്യുന്നത് ആരാണ്? മാനേജേഴ്സ് അല്ല സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നല്ല മാനേജർ ആവാന്നുള്ളതാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നതിന്റെ അർത്ഥം. അതായത് ബോണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മാനേജർ ആവശ്യമില്ല. ഏതെങ്കിലും ഒരു എന്താ പറയാ, വഴിപോക്കിന് പോയിട്ട് ഇരുന്നിട്ട് മാൻഡേറ്റ് ചെയ്യാൻ പറ്റും, ഇത് ചെയ്തിട്ട് പോ, അത് ചെയ്തിട്ട് പോ എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ കോസ്റ്റ് മാനേജ്മെന്റ്, ബാലൻസിങ് സ്പീഡ്, ക്വാളിറ്റി, കോസ്റ്റ് ഓഫ് ഹയറിംഗ്. ഇതുപോലെ തന്നെ ഈ സ്പീഡ്, ഹയറിങ്ങിന്റെ സ്പീഡ്, നല്ല ക്വാളിറ്റി, കോസ്റ്റ് ഓഫ് ഹയറിംഗ്, കോസ്റ്റ് മാനേജ്മെന്റ് ഒരു പ്രശ്നമാണ് റിക്രൂട്ട്മെന്റിൽ. ഓക്കെ, അടുത്ത നമുക്ക് സെലക്ഷനും റിക്രൂട്ട്മെന്റും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ഡെഫിനിഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രോസസ് ഓഫ് അട്രാക്ടിങ് കാൻഡിഡേറ്റ്സ് ടു അപ്ലൈ ജോബ്സ്. റിക്രൂട്ട്മെന്റ്. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് ചൂസിങ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ്. ഈ ഓക്കെ, അതെന്തായാലും ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ പറയുന്നുണ്ട്. ടു ക്രിയേറ്റ് പൂൾ ഓഫ് പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സ്. സെലക്ഷനിൽ ടു പിക്ക് ദ ബെസ്റ്റ് ഫിറ്റ് ഫ്രം ദ ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ്. ഓക്കെ, നേച്ചർ പോസിറ്റീവ് പ്രോസസ്, ഇൻവൈറ്റിംഗ് മോർ പീപ്പിൾ. അല്ലാതെ നെഗറ്റീവ് പ്രോസസ് ആണ് സെലക്ഷനിൽ സ്ക്രീനിങ് ഔട്ട് അൺസ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ്, എല്ലാം എലിമിനേറ്റ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒരു ഓപ്ഷനാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിക്രൂട്ട്മെന്റിൽ ഇൻക്രീസിങ് നമ്പർ ഓഫ് അപ്ലിക്കൻസ്. നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരെ അപ്ലിക്കൻസിന് കൂട്ടാവുന്നതാണ് റിക്രൂട്ട്മെന്റിന്റെ ഫോക്കസ്. കാരണം എന്താ വെച്ചാൽ ഏറ്റവും നല്ല ടാലന്റ് എവിടെയാണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ അപ്ലിക്കൻസിനെ കൂട്ടുക. സെലക്ഷനിൽ ഇവാലുവേറ്റിംഗ് ആൻഡ് എലിമിനേറ്റിംഗ് ടു ഫൈൻഡ് റൈറ്റ് മാച്ച്. ഇതിന്റെ സെലക്ഷന്റെ ഫോക്കസ് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അതുപോലെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതും. സീക്വൻസ്, അതായത് ഫസ്റ്റ് റിക്രൂട്ട്മെന്റ് വരും, സെലക്ഷൻ അതിനുശേഷം വരും. ആക്ടിവിറ്റീസ് ഇൻവോൾവ്. റിക്രൂട്ട്മെന്റിലെ അഡ്വർടൈസിങ്, സോഴ്സിങ്, ഇൻവൈറ്റിംഗ് അപ്ലിക്കേഷൻസ് ഇതൊക്കെയാണ് വരുന്നത്. സെലക്ഷനിൽ ടെസ്റ്റ്, ഇന്റർവ്യൂ, ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഇതൊക്കെയാണ് സെലക്ഷനിൽ വരുന്നത്. ഔട്ട്കം, റിക്രൂട്ട്മെന്റിന്റെ ഔട്ട്കം എ ലിസ്റ്റ് ഓഫ് ഇൻട്രസ്റ്റഡ് അപ്ലിക്കൻസ്. സെലക്ഷനിൽ ഫൈനൽ ഹയറിംഗ് ഡിസിഷൻ. ഓക്കെ, ടെസ്റ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെ ടെസ്റ്റുകളാണ്? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, മെഷർ ലോജിക്കൽ റീസണിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ് എബിലിറ്റി. ഇതൊക്കെ നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ. അതുപോലെ ടെക്നിക്കൽ അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ്, അസസ് റോൾ സ്പെസിഫിക് നോളജ്, കോഡിംഗ്, ടൈപ്പിംഗ്. ഇപ്പോൾ ഒരു പ്രത്യേക റോളിൽ, ഇപ്പോൾ ഒരു ഡോക്ടർ ആണെങ്കിൽ അപ്പോൾ ഡോക്ടറുടെ ആ റോളിലേക്ക് അയാൾക്ക് വേണ്ട നോളജ്, ഒരു ടീച്ചർ ആണെങ്കിൽ ആ ടീച്ചറുടെ അതിനെയാണ് നമ്മൾ ടെക്നിക്കൽ അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഇവാലുവേറ്റ് ട്രേറ്റ്സ് ലൈക്ക് ടീം വർക്ക്, ലീഡർഷിപ്പ് ഓർ സ്ട്രെസ് ടോളറൻസ്. ഇങ്ങനത്തെ കാര്യങ്ങൾ ഈ പേഴ്സണാലിറ്റി ടെസ്റ്റിൽ എടുക്കും. അതുപോലെ സൈക്കോമെട്രിക് ടെസ്റ്റ്, അനലൈസ് മെന്റൽ കാപ്പബിലിറ്റീസ് ആൻഡ് ബിഹേവിയറൽ സ്റ്റൈൽസ്. ഇമോഷണൽ ഇന്റലിജൻസ് ഒക്കെ ആയിരിക്കണം അതിൽ, പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യേണ്ടായിരുന്നു, പക്ഷെ അതിൽ അനലൈസ് മെന്റൽ കാപ്പബിലിറ്റീസ് ആൻഡ് ബിഹേവിയറൽ സ്റ്റൈൽസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അടുത്തത് ഇന്റർവ്യൂ.
ഇന്റർവ്യൂ മിക്കവാറും എന്താ പറയുക, ഒരു റൈറ്റിംഗ് ടെസ്റ്റിന് ശേഷമാണ് ഇന്റർവ്യൂ വരാറ്. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഇന്റർവ്യൂ മാത്രമാണ് ഉണ്ടാവുക. നമുക്കറിയാലോ അല്ലെ, പ്രൈവറ്റ് കമ്പനികളിലൊക്കെ മിക്കവാറും ഇന്റർവ്യൂ മാത്രമാണ് ഉണ്ടാവുക. ഒരു റൈറ്റിംഗ് ടെസ്റ്റ് ചില സമയങ്ങളിലൊക്കെ ചില ഇംഗ്ലീഷ് ടെസ്റ്റ്, അങ്ങനെ ചില ചെറിയ ചെറിയ ടെസ്റ്റുകൾ ഉണ്ടാവും. മെയിൻ ആയിട്ട് ഇന്റർവ്യൂ ആണ് ഉണ്ടാവുക. ഇന്റർവ്യൂ പല ടൈപ്പിലുണ്ട്. ഒന്ന് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറയും. അത് പ്രീ ഡിഫൈൻഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ, ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട്, അത് അവരോട് ചോദിക്കും, അവർ അതിന് ആൻസർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നതിനനുസരിച്ച് നോക്കും. മറ്റേത് അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ആണ്. അത് ഓപ്പൺ എൻഡഡ് ആണ്, കോൺവെർസേഷണൽ ആണ്. അതെ, ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടാവാറുണ്ട്. പിന്നെ പാനൽ, മൾട്ടിപ്പിൾ ഇന്റർവ്യൂവർ അസസിങ് ടുഗദർ, ഒരു പാനലിൽ ഇരുന്നിട്ട് അവർ ഇന്റർവ്യൂ ചെയ്യുന്നത്. പിന്നെ ബിഹേവിയറൽ, ഫോക്കസ് ഓൺ പാസ്റ്റ് എക്സ്പീരിയൻസസ് ആൻഡ് റെസ്പോൺസസ്. ജസ്റ്റ് അവർ ഫോക്കസ് ചെയ്യുന്നത് ബിഹേവിയറൽ ഇന്റർവ്യൂവിൽ പഴയ കമ്പനിയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ ഇതെന്തായിരുന്നു, പിന്നെ ഓരോ ചോദ്യത്തിനും ഏത് രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത്. ഓക്കെ, ഇന്റർവ്യൂസ് ഹെൽപ്പ് ഇവാലുവേറ്റ് നോട്ട് ജസ്റ്റ് ക്വാളിഫിക്കേഷൻസ് but also communication skills, attitude and cultural alignment. അടുത്തത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല, ഒരു സെന്റൻസ് ആണ് തന്നിട്ടുള്ളത്. Training is a short-term process utilizing a systematic and organized procedure by which non-managerial personnel learn technical knowledge and skills for a definite purpose. ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കൽ നോളജ് അല്ലെങ്കിൽ സ്കില്ല്, ഇതൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഷോർട്ട് ടൈം പ്രോസസ്സാണ്. ഓക്കെ, ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് ഈസ് എ ലോങ് ടൈം educational process utilizing a systematic and organized procedure by which managerial personnel learn a conceptual and theoretical knowledge for general purpose. ഈ ഡെവലപ്മെന്റ് ആണ് ആക്ച്വലി കുറച്ചും കൂടി ഒരു ലോങ് ടൈം ആയിട്ടും അത് ഒരു ഇതിന് കുറച്ച് പ്രോസസ്സ് ഉണ്ട്. ഏത് രീതിയിലാണ് അത്തരത്തിൽ ഡെവലപ്മെന്റ്, കോച്ചിങ് ടൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതില്ല. ഓക്കെ, ഡെവലപ്മെന്റ് എന്നുള്ളത് അതിന്റെ ഒരു ഡെഫിനിഷൻ മാത്രം പഠിച്ചാൽ മതി. ഇമ്പോർട്ടൻസ് ഓഫ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, ഇൻക്രീസ് ഇൻ എഫിഷ്യൻസി കൂട്ടും, അതുപോലെ മൊറേൽ കൂട്ടും, അതുപോലെ തന്നെ ബെറ്റർ ഹ്യൂമൻ റിലേഷൻസ് ഉണ്ടാക്കാം, റെഡ്യൂസ്ഡ് സൂപ്പർവിഷൻ, ഏത് നേരം നമ്മളൊരു ക്ലോസ്ഡ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട കാര്യമില്ല, ഇൻക്രീസ്ഡ് ഓർഗനൈസേഷണൽ വിസിബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി, ഓർഗനൈസേഷന്റെ വിസിബിലിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും കൂട്ടും. അടുത്തത് പെർഫോമൻസ് അപ്രൈസൽ. പർപ്പസ് ഓഫ് ദ പെർഫോമൻസ് അപ്രൈസൽ. ഇത് നമുക്കറിയാലോ, ഇത്ര നമ്മൾ റിക്രൂട്ട്മെന്റ് ആ പ്രോസസ്സ് കഴിഞ്ഞു, സെലക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞു, ട്രെയിനിങ് ഡെവലപ്മെന്റ് കഴിയില്ല, എന്നാലും ട്രെയിനിങ് ഡെവലപ്മെന്റ് നമ്മൾ കവർ ചെയ്തു. ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഒരു വ്യക്തി ആക്ച്വലി പെർഫോമൻസ് ചെയ്യാൻ തുടങ്ങി, ഒരു ജോബ് അവരുടെ ആക്ഷനിൽ വന്നു തുടങ്ങി. അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് ഒരാൾ ജോലി ചെയ്യുമ്പോൾ അയാൾ കറക്റ്റായിട്ട് തന്നെയാണോ ചെയ്യുന്നത്, ഒന്നും നോക്കാതിരുന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമല്ലേ. അപ്പൊ അവരുടെ പെർഫോമൻസ് അപ്രൈസ് ചെയ്യാൻ ഓപ്ഷൻസ് വേണം. അപ്പൊ എന്താണ് പർപ്പസ് എന്ന് നോക്കുക, ഇവാലുവേറ്റ് എംപ്ലോയി പെർഫോമൻസ്, അസസ് അച്ചീവ്മെന്റ്സ് അഗെയിൻസ്റ്റ് ഗോൾസിന് അഗെയിൻസ്റ്റ് ആയിട്ട് എത്രത്തോളം അവർ അച്ചീവ് ചെയ്തു എന്നുള്ളത് നോക്കണം. ഐഡന്റിഫൈ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, ഹൈലൈറ്റ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് നീഡ്സ്. അതായത് ചില ആൾക്കാർക്ക് നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് കുറവാണ്, അപ്പൊ അതുകൊണ്ട് അവർക്ക് പ്രശ്നം ഉണ്ടാവുന്നുണ്ടെന്ന് നമുക്ക് മറ്റ് പെർഫോമൻസ് അപ്രൈസൽ കണ്ടെത്തി നിൽക്കാം. അപ്പോൾ നമുക്ക് അയാൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ട്രെയിനിങ്, ഒരു അഡീഷണൽ ട്രെയിനിങ്ങിന് വിടാൻ പറ്റും. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സ്കില്ല് പ്രോപ്പർ ടൈപ്പിംഗ് സ്പീഡില്ല, അല്ലെങ്കിൽ സിസ്റ്റം ആപ്ലിക്കേഷൻസ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഈ പെർഫോമൻസ് അപ്രൈസലിൽ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പൊ അയാളെ ഈ സ്കിൽ എന്താ പറയാ, ആ ഒരു സെർട്ടൺ ആപ്ലിക്കേഷന്റെ ട്രെയിനിങ്ങിന് വിടാം. അത്തരത്തില് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് ഞാൻ വീക്ക്നെസ്സിന്റെ കാര്യമാണ് പറഞ്ഞത്. അതുപോലെ സ്ട്രെങ്ത്തിന്റെ കാര്യം നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ നന്നായി കസ്റ്റമറെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇദ്ദേഹം നന്നായിട്ട് അക്കൗണ്ടിങ്ങിലെ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് അയാളുടെ റോൾസ് ചേഞ്ച് ചെയ്യാനും ഈ പെർഫോമൻസ് അപ്രൈസൽ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, സെറ്റ് ഫ്യൂച്ചർ ഗോൾസ്. അതേപോലെ തന്നെ
ഇത്തരത്തിൽ ഫ്യൂച്ചർ ഗോൾസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ പെർഫോമൻസ് അപ്രൈസൽ ഉപയോഗിക്കാം. മോട്ടിവേറ്റ് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ റെക്കഗ്നൈസ് ആൻഡ് റിവാർഡ് പെർഫോമൻസ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരു പോസിറ്റീവ് ഫംഗ്ഷൻ ആണ്. അതായത് വളരെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അപ്രൈസൽ ചെയ്താലല്ലേ അറിയാൻ പറ്റില്ല. അപ്പൊ അവരെ നമുക്കത് റെക്കഗ്നൈസ് ചെയ്യാനും അവർക്ക് റിവാർഡ് ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പെർഫോമൻസ് അപ്രൈസൽ വഴി ചെയ്യാൻ പറ്റും. ഇൻഫോം HR ഡിസിഷൻ ബേസിസ് ഓൺ പ്രൊമോഷൻസ്, ബോണസസ്, ട്രാൻസ്ഫേഴ്സ് ഓർ ടെർമിനേഷൻ. ഇത് അതുപോലെ ഇൻഫോംഡ് ഡിസിഷൻ HR എടുക്കാൻ പറ്റും. അയാളെ പ്രൊമോട്ട് ചെയ്യണോ, അയാൾക്ക് ബോണസ് കൊടുക്കണോ, അയാളെ ട്രാൻസ്ഫർ ചെയ്യണോ, അതോ അയാളെ ടെർമിനേറ്റ് ചെയ്ത് കളയണോ, ഇതൊക്കെ HR ഡിസിഷനാണ്. അപ്പൊ HR ഈ പെർഫോമൻസ് അപ്രൈസലിൽ വളരെ ഉപകാരപ്പെടും. അതെനിക്കറിയില്ല കേട്ടോ, ഗവൺമെന്റ് പോസ്റ്റിന് അപ്രൈസൽ ഉണ്ടോന്ന് അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഈ ഒരു നോർമൽ മാനേജ്മെന്റ് പ്രോസസ് ആണിത്, ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ, എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഓക്കെ, അടുത്ത് നമുക്ക് റോൾ ഇൻ പ്രൊമോഷൻ ആൻഡ് സ്റ്റാഫിംഗ് ഡിസിഷൻ. അപ്പോൾ ഈ പ്രൊമോഷനിലും സ്റ്റാഫിംഗ് ഡിസിഷനിലും എന്താണ് എന്നുള്ളതാണ്. പ്രൊമോഷൻ ആൻഡ് സക്സഷൻ പ്ലാനിങ്. ഐഡന്റിഫൈ ഹൈ പെർഫോമേഴ്സ് റെഡി ഫോർ അഡ്വാൻസ്മെന്റ്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ട്രെയിനിങ് നീഡ്സ് ആൻഡ് അസസ്മെന്റ്. ഓക്കെ, ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ എവിടെയാണ് അവർക്ക് ഗ്യാപ്പ് ഉള്ളത് അത് നമുക്ക് ഫിൽ ചെയ്യാൻ പറ്റും. ജോബ് റൊട്ടേഷൻ ആൻഡ് ട്രാൻസ്ഫർ ഹെൽപ്സ് മാച്ച് എംപ്ലോയീസ് ടു റോൾ ബെറ്റർ സ്യൂട്ടഡ് ടു ദെയർ സ്ട്രെങ്ത്. ഓക്കെ, ഇത് ആക്ച്വലി നമ്മൾ എല്ലാതും ഡിസ്കസ് ചെയ്താണ്. റിട്ടൻഷൻ സ്ട്രാറ്റജീസ്. റെക്കഗ്നിഷൻ ത്രൂ അപ്രൈസൽ ക്യാൻ റെഡ്യൂസ് ടേൺ ഓവർ. അതും ഒരു റിട്ടൻഷൻ സ്ട്രാറ്റജിയാണ്. അതായത് ഒരു എംപ്ലോയി ചെയ്യുന്ന വർക്കിനെ നമുക്ക് അത് അയാൾ ഇത്രയും ചെയ്തു എന്ന് പറഞ്ഞ് ആ ഒരു കമ്പനി അയാളെ അപ്രൈസ് മീൻസ് റിവാർഡ് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു റെക്കഗ്നിഷൻ കൊടുക്കുന്നതോ അത് അയാളെ സംബന്ധിച്ചോളം അയാളുടെ ബിലോങ്ങിങ്നെസ്സിന് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെ. എന്നും വർക്ക് ചെയ്യുക, എന്നിട്ട് എപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ് ഫീഡ്ബാക്ക് മാത്രം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കമ്പനിയിൽ ജോലി ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ഇന്ന വർഷം ഇത്രയും കൂടുതൽ സെയിൽ നടത്തത് ഇന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് അയാൾക്കൊരു കൈയടിയൊക്കെ കൊടുക്കുമ്പോൾ അയാൾക്ക് സന്തോഷം ഉണ്ടായിരിക്കും. ഇനിയിപ്പോ എന്തെങ്കിലും മോണിറ്ററി ആയിട്ടുള്ള ബെനിഫിറ്റോ അല്ലെങ്കിൽ ഗിഫ്റ്റോ കൊടുത്തില്ലെങ്കിൽ തന്നെ ആ ഒരു റെക്കഗ്നിഷന് വലിയ പ്രാധാന്യമുണ്ട്. Disciplinary actions. Objective data supports decision on demotion or termination. അതും പെർഫോമൻസ് അപ്രൈസലിന്റെ ഒരു ഭാഗമാണ്. ഇനി ടൈപ്പ് ഓഫ് അപ്രൈസൽ മെത്തേഡ്, എങ്ങനെയാണ് ഇത് അപ്രൈസ് ചെയ്യുക, എങ്ങനെയാണ് ഇതിന്റെ അനലൈസ് നടക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360 ഫീഡ്ബാക്ക് ആണ്. 360 ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർവൈസറുടെ കയ്യിൽ നിന്ന്, അതുപോലെ കൊളീഗ്സിന്റെ കയ്യിൽ നിന്ന്, അതുപോലെ തന്നെ താഴെയുള്ള എംപ്ലോയീസിന്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ ചില സമയത്ത് ക്ലയൻസിന്റെ കയ്യിൽ നിന്ന്, എല്ലാവരുടെ കയ്യിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കുക. അപ്പോൾ ഒരാളിപ്പോൾ കൊളീഗ്സ് ചിലപ്പോൾ അയാളോട് അസൂയുള്ളതുകൊണ്ട് ചിലപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കും. ഓക്കെ, അല്ലെങ്കിൽ താഴെ സബോർഡിനേറ്റ്സ് ചിലപ്പോൾ സബോർഡിനേറ്റ്സ് ആയിട്ട് മിക്കവാറും ഭയങ്കര ഒരു റിലേഷൻ ആയിരിക്കും, എപ്പോഴും ഒരു ടൈറ്റ് ആയിട്ടുള്ള റിലേഷൻ ആയിരിക്കും. അപ്പോൾ അവര് അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും മാനേജർക്ക് ഒരു പണി കൊടുക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് അവർ കൊടുക്കുക സമയത്ത് ഫീഡ്ബാക്കിൽ. അതേപോലെ തന്നെ കൊളീഗ്സ്, പിന്നെ സൂപ്പർവൈസർ, അവർ സ്വന്തം സൂപ്പർവൈസേഴ്സ്. അപ്പൊ ഇത് എല്ലാവരും ഒരേ കാര്യം പറയണമെങ്കിൽ അപ്പൊ ആ കാര്യത്തിൽ എന്തോ കാര്യം ഉണ്ടെന്നല്ലേ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ 360 ഫീഡ്ബാക്ക്. അപ്പൊ ക്ലയൻസ് ചിലപ്പോൾ നല്ല കാര്യം പറയും, സബോർഡിനേറ്റ്സ് ചീത്ത കാര്യം പറയും, സൂപ്പർവൈസർ നല്ല കാര്യം പറയും, കൊളീഗ്സ് ചീത്ത കാര്യം പറയും. അപ്പൊ നമുക്ക് അതിൽ ഒരു ബാലൻസ് നമുക്ക് റിപ്പോർട്ട് വായിക്കുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും. അതാണ് ഒരു തരത്തിലുള്ള അപ്രൈസൽ. പ്രൊവൈഡ്സ് വെൽ റൗണ്ടഡ് വ്യൂ ഓഫ് പെർഫോമൻസ് ആൻഡ് ഇന്റർപേഴ്സണൽ സ്കിൽസ്. അതൊരു ഇതാണ്. പിന്നെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, ഒബ്ജക്റ്റീവ് മെഷറബിൾ ഔട്ട്കംസ്, സെയിൽസ് ടാർഗറ്റ്, പ്രൊജക്ട് ഡെഡ് ലൈൻസ് എന്നൊക്കെയുള്ള. അതായത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ളത്, KPIs എന്നുള്ളത് നിങ്ങൾ പല സ്ഥലത്തും കേട്ടുന്നതായിരിക്കും. ഒരു ജോബ് ചെയ്യുമ്പോൾ അതിൽ പെർഫോമൻസിന്റെ പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സ്, ഒരു ബിഹേവിയറൽ KPI എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നത് അറ്റൻഡൻസും അഡിയറൻസും ആണ്. അതായത് നിങ്ങൾ ഒരു മാസം ഒരു കമ്പനിയിൽ ജോലി ചെയ്തു. ഓക്കെ, അപ്പൊ ആ കമ്പനിയിൽ നിങ്ങൾക്ക് 9 മണിക്കാണ് പഞ്ചിങ് ടൈം. ഓക്കെ, നിങ്ങൾ ഒരു 5 ദിവസം പഞ്ച് ചെയ്തത് 9:30 കഴിഞ്ഞിട്ടാണെന്നൊക്കെ. അപ്പോൾ നിങ്ങളുടെ അതൊരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററാണ്. നിങ്ങളുടെ അഡ്ഹിറൻസ് വളരെ കുറവാണ്. അപ്പൊ മൊത്തം 25 ദിവസം ഉള്ളതൊക്കെ 5 ദിവസം നിങ്ങൾ പ്രോപ്പറായിട്ട് വരുന്നില്ല. അപ്പൊ നിങ്ങളുടെ അഡ്ഹിറൻസ് 80%. ഓക്കെ, അപ്പൊ അത് ഒരു KPI ആണ്. അതുപോലെ തന്നെ ലീവ്.
ഇപ്പോൾ ഈസ്റ്ററൊക്കെ ആഘോഷിച്ച് ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാന്ന് ഈസ്റ്ററാണ്. ഈസ്റ്ററൊക്കെ ആഘോഷിച്ച് കഴിഞ്ഞാൽ ഒരു തലവേദനയൊക്കെ ഉണ്ടാവും. അപ്പോൾ തിങ്കളാഴ്ച ജോലിക്ക് പോവില്ല. അപ്പോൾ അതേപോലെ തന്നെ പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും കൂട്ടുകാരൊക്കെ വന്നു. അപ്പോൾ അവരായിട്ട് വേറെ എല്ലായിടത്തേക്ക് പോയി. അപ്പോൾ അങ്ങനെ ഒരു എന്തെങ്കിലും സാഹചര്യം വന്നു കഴിഞ്ഞാൽ ലീവ് എടുക്കുന്ന ആൾക്കാരുടെ നമുക്ക് ആ ലീവ് ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇയാൾ ഇത്ര അധികം ലീവ് എടുക്കുന്നത് എന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇറഗുലർ ആണ്, അതെ, ഇറസ്പോൺസിബിൾ ആണ്. മാത്രമല്ല ആള് ഇറഗുലർ ആണ്. ആ വിശ്വസിച്ചിട്ട് നമുക്കൊരു കമ്പനി നടത്താൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഒരാൾ വന്നിട്ടാണ് കട തുറന്ന ആൾ ഇത് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഒരു ദിവസം ഒരു 2 ദിവസം വരില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ അത് ഇറഗുലർ ആണ്. അപ്പൊ അതൊരു KPI പെർഫോമൻസ് ആണ്. ഇതല്ലാതെ ആ എടുക്കുന്ന ജോലിയിൽ ഉള്ള ഇപ്പൊ സെയിൽസ് ടാർഗറ്റ് ചില ആൾക്കാർ നന്നായിട്ട് സെയിൽ ചെയ്യും, ചില ആൾക്കാർക്ക് അത്ര സെയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് അവരുടെ ജോബിലുള്ള പെർഫോമൻസ് ആണ്, ബിഹേവിയറൽ KPIs. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരാളെ അസസ് ചെയ്യാൻ പറ്റും. അടുത്തത് സെൽഫ് അപ്രൈസൽ. നമ്മളോട് തന്നെ ചോദിക്കാം നമ്മൾ ഏത് രീതിയിലാണ് പെർഫോമൻസ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ നമുക്ക് അത് നമ്മുടെ റിഫ്ലക്ഷൻ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓണർഷിപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടും നമുക്കത് സാധിക്കും. പിന്നെ മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്. ഗോൾസ് ആർ സെറ്റ് കൊളാബറേറ്റീവ്ലി ആൻഡ് പ്രോഗ്രസ് ഈസ് റിവ്യൂഡ് പീരിയോഡിക്കലി എൻഹാൻസസ് ക്ലാരിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഈ മാനേജ്മെന്റിൽ വലിയൊരു സംഭവമാണ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്. നമ്മൾ ഒരു സ്ഥലത്തും പഠിച്ചിട്ടില്ല. അതിന്റെ ഏറ്റവും ചെറുതാക്കിയിട്ടാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അതായത് ഒരു കുറച്ച് നമ്മൾ ഒരു എന്താ പറയാ ഒരു ടീമായിട്ട് ചേർന്നിട്ട് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുക. ഇന്ന ഗോൾസ് നമ്മൾ അച്ചീവ് ചെയ്യും. അതിനുശേഷം അതിന്റെ ഓരോ പീരിയോഡിക്കലി നമ്മൾ അതിന്റെ പ്രോഗ്രസ് അച്ചീവ് ചെയ്യുന്നുണ്ടോ, എത്രത്തോളമായി, അതിന്റെ പെർസെൻറ്റേജ് എത്രത്തോളമായി എന്നുള്ളത്. മിക്ക സമയത്തും 100 സെയിൽസ് ആണ് ഒരു മാസം എത്തിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആദ്യത്തെ ആഴ്ചയിൽ എത്ര ആക്കണം? 25 ആക്കിയാലേ അടുത്ത മീൻസ് 4 ആഴ്ച കൊണ്ട് നമുക്ക് 100 ആക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ 10 ആയിട്ടുള്ളൂ എന്നൊക്കെ. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും അതിന്റെ പെർഫോമൻസ് എത്രയാണ്, കുറവാണ്. നമ്മുടെ ഗോൾസിലേക്ക് എത്തുന്നില്ല. അപ്പൊ അതിന് കൂടുതലായിട്ടുള്ള എന്താ പറയാ എഫേർട്ട് ആവശ്യമാണ് എന്നുള്ളത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ. അത് മാത്രമല്ല എല്ലാവർക്കും അറിയാൻ പറ്റും എന്താണ് അവരവരുടെ ജോബ് റോൾ എന്നുള്ളതും കൃത്യമായിട്ട് അറിയാൻ പറ്റും. റേറ്റിംഗ് സ്കെയിൽസ്. എംപ്ലോയീസ് റേറ്റഡ് ഓൺ പ്രീ ഡിഫൈൻഡ് ക്രൈറ്റീരിയ, പങ്ക്ച്വാലിറ്റി, ടീം വർക്ക്, സിമ്പിൾ ആൻഡ് സ്റ്റാൻഡേർഡ്. അത് വളരെ സിമ്പിളായിട്ടും ഉള്ളൊരു സംഭവമാണ്. മീൻസ് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള അത് റേറ്റിംഗ് സ്കെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ നമുക്ക് ഒരു കസ്റ്റമേഴ്സിനെ കൊണ്ട് അസസ് ചെയ്യിപ്പിക്കാൻ പറ്റും. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ആ രീതിയിലുള്ള സ്കെയിൽസ് വെച്ചിട്ടും പെർഫോമൻസ് അപ്രൈസൽ നടത്താം. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, ഇപ്പൊ സ്റ്റാഫിങ്ങിന്റെ ചലഞ്ചസ് നോക്കാം. അത് ഒന്ന് ടാലന്റ് ഷോർട്ടേജസ്, ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ് എസ്പെഷ്യലി ഇൻ സ്പെഷ്യലൈസ്ഡ് റോൾസ്. നമ്മൾ റിക്രൂട്ട്മെന്റിന്റെ ഓക്കെ, സെലക്ഷൻ റിക്രൂട്ട്മെന്റ് ഒന്നുകൂടി പറയാം. റിക്രൂട്ട്മെന്റ് പറഞ്ഞപ്പോഴും അതിൽ നമ്മൾ ഇതിന്റെ ഒരു ചലഞ്ചസ് ആയിട്ട് പറഞ്ഞതാണ് ടാലന്റിന്റെ അവൈലബിലിറ്റിയുടെ കുറവ്, പിന്നെ ഹൈ ടേൺ ഓവർ, ഫ്രീക്വന്റ് എംപ്ലോയി എക്സിറ്റ് ലീഡ് ടു ഇൻക്രീസ് ഹയറിംഗ് കോസ്റ്റ്, ഓപ്പറേഷണൽ ഡിസ്ട്രപ്ഷൻസ്. ഇത് ഞാൻ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഒരു ജോബിൽ ഹൈ ടേൺ ഓവർ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ വരിക പോവായി കഴിഞ്ഞാൽ അതിന്റെ ഓപ്പറേഷൻസ് എത്രത്തോളം ഡിസ്റ്റർബ് ആവും എന്നുള്ളത്. ബയാസ്ഡ് ആൻഡ് ഡൈവേഴ്സിറ്റി ഇഷ്യൂസ്, അൺകോൺഷ്യസ് ബയാസ് അഫക്റ്റിംഗ് ഫെയർ ഹയറിംഗ്, lack of diversity can harm team dynamics and innovation. Remote hybrid work dynamics, managing performance, engagement, communication in flexible work setting is complex. ഈ എന്താ പറയാ, ഇപ്പൊ പുതിയ കോവിഡ് വന്നതിന് ശേഷമുള്ള വർക്ക് ഫ്രം ഹോം, ഈ വർക്ക് ഫ്രം ഹോം ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഹൈബ്രിഡ്, കുറച്ച് നാൾ ഓഫീസ് വരും, കുറച്ചാള് വീട്ടില് ആണ് വർക്ക് ചെയ്യുക. അപ്പൊ ആ രീതിയിലൊക്കെയുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സെറ്റിങ്സിൽ ഈ സ്റ്റാഫിങ്ങിനെ എങ്ങനെ മാനേജ് ചെയ്യണം, അതൊക്കെ ചലഞ്ചസ് ആണ് സ്റ്റാഫിങ്ങിന്. ഈ ഡിഫറൻസ് എന്താണെന്ന് നമ്മൾ ഒരു ചാർട്ട് എടുത്തിട്ടുണ്ടാവുന്നില്ലേ, ടേബിൾ, ഇതാണോ പറയാൻ പറഞ്ഞത് അഞ്ജലി? സെലക്ഷൻ, സോറി, റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ.
അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ, ടൈപ്പ് ചെയ്ത് സമയം ഡിഫറൻസ്. ഓക്കെ, ഇത് തന്നെ. അതിൽ ഡെഫിനേഷൻ എല്ലാവർക്കും അറിയാം. പ്രോസസ് ഓഫ് അട്രാക്ടിങ് കാൻഡിഡേറ്റ്സ് ടു അപ്ലൈ ഫോർ ജോബ്. അതായത് റിക്രൂട്ട്മെന്റിന്റെ പ്രോസസ്സിൽ ഏറ്റവും ഇത് പ്രധാനപ്പെട്ടത് കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, സെലക്ഷനിലാണെങ്കിലോ ആ അട്രാക്ട് ചെയ്ത് വന്ന ഒരു പൂളിൽ നിന്ന് മോസ്റ്റ് സൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് ക്രിയേറ്റ് എ പൂൾ ഓഫ് പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സ്. അതായത് ആ എലിജിബിൾ ആയിട്ടുള്ള ജോബ് ചെയ്യാൻ, ഇപ്പൊ പുതിയൊരു ജോബിലേക്ക് പ്രവേശിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു വലിയൊരു പൂൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് റിക്രൂട്ട്മെന്റിന്റെ ഒബ്ജക്റ്റീവ്. സെലക്ഷന്റെ ഒബ്ജക്റ്റീവോ അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു പൂളിൽ നിന്ന് ബെസ്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ നേച്ചർ പോസിറ്റീവ് ഇൻ നേച്ചറാണ്. അതായത് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും നമ്മൾ എന്താ പറയുക അഡ്വർടൈസ്മെന്റ് കൊടുത്ത് ആൾക്കാരെ വിളിച്ചു കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് റിക്രൂട്ട്മെന്റ് എന്നുള്ളത്. എന്നാൽ സെലക്ഷൻ എന്നുള്ള ഈ പറഞ്ഞ എല്ലാവർക്കും നമുക്ക് ജോബ് കൊടുക്കാൻ പറ്റില്ലല്ലോ, അതൊരു നെഗറ്റീവ് പ്രോസസ്സാണ്. ആക്ച്വലി ആ ഉള്ളതെന്ന് സ്ക്രീനിങ് ഔട്ട് ചെയ്തിട്ട് അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള എല്ലാ ആൾക്കാരെയും ഒഴിവാക്കിയിട്ട് പിന്നെ അതിന്ന് ആൾക്കാരെ എലിമിനേറ്റ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സെലക്ഷൻ എന്നുള്ളത്. റിക്രൂട്ട്മെന്റിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ഇൻ ദ നമ്പർ ഓഫ് അപ്ലിക്കന്റ്. അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കുറച്ച് ആൾക്കാരെ നമ്മൾ റിക്രൂട്ട്മെന്റിൽ ഒരു അപ്ലിക്കൻസ് ആയിട്ട് നമുക്ക് കിട്ടിയുള്ളൂ എന്ന് വിചാരിക്കുക. അത് നമ്മുടെ ഇഷ്ടത്തിനുള്ള ടാലന്റും അതുപോലെ ജോബ് ചെയ്യാൻ നമ്മൾ ഒരു കമ്പനി കൊടുക്കുന്ന ഒരു സാലറി ഉണ്ടായിരിക്കും. ആ സാലറിയിൽ ഓക്കെ ആണോ, ഷിഫ്റ്റുകൾ ഓക്കെ ആണോ, ഒരുപാട് കാര്യങ്ങൾ ഓക്കെ ആണോ ഉള്ളതുണ്ട് ഒരു എംപ്ലോയിക്ക്. അപ്പോൾ അയാൾ ജോലി ചെയ്യുന്ന ഏരിയ മീൻസ് അയാളുടെ ജോലി ചെയ്യുന്ന സ്ഥലം, പിന്നെ ജോലി ചെയ്യുന്ന അവരുടെ വീട്. അപ്പോൾ അവിടെ ആ സ്ഥലത്തെ ഉള്ള വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ തൃശ്ശൂരാണെങ്കിൽ തിരുവനന്തപുരത്തും പോയി ജോലി ചെയ്യാൻ ചിലപ്പോൾ തയ്യാറായിരിക്കും, ചില ആൾക്കാർ തയ്യാറായിരിക്കും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഉള്ള കുറെ നെഗറ്റീവായിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് പോകേണ്ട ആൾക്കാരുണ്ട്. ചില ആൾക്കാർ നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യില്ല, ചില ആൾക്കാർ സൺഡേ സാറ്റർഡേ വർക്ക് ചെയ്യില്ല. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ എലിമിനേറ്റ് ചെയ്യാനുള്ള റൂം എവിടെ കിട്ടുക? കൂടുതൽ ആൾക്കാർ അപ്ലിക്കേഷൻ വരുമ്പോഴല്ലേ. അപ്പൊ അത്ര കുറെ ആൾക്കാർ സൺഡേ വർക്ക് ചെയ്യാൻ പറ്റില്ല, എന്നാൽ സൺഡേ വർക്ക് ചെയ്യാൻ പറ്റാത്തതിന് മുഴുവൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ബാക്കിയുള്ള ആൾക്കാർ മതിയാ, ബാക്കിയുള്ള ആൾക്കാർ വേണ്ടേ? അതിന് വേണ്ടിയിട്ട് അതാണ് ഈ ഫോക്കസ് ചെയ്യുന്നത്, കൂടുതൽ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, റിക്രൂട്ട്മെന്റ് കൂടുതൽ ആൾക്കാരെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സീക്വൻസ്, ഫസ്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് വരിക, അതിനുശേഷം റിക്രൂട്ട്മെന്റ് പ്രോസസ് കഴിഞ്ഞതിന് ശേഷമാണ് സെലക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്ടിവിറ്റീസ് ഇൻവോൾവ് അഡ്വർടൈസിങ്, സോഴ്സിങ്, ഇൻവൈറ്റിംഗ് അപ്ലിക്കേഷൻസ്, പിന്നെ ടെസ്റ്റ്, ഇന്റർവ്യൂ, ബാക്ക്ഗ്രൗണ്ട്, ഇതൊക്കെയാണ് സെലക്ഷനിൽ. ഔട്ട്കം എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ഓഫ് ഇൻട്രസ്റ്റഡ് അപ്ലിക്കൻസ് എന്നുള്ളത് ഒരു ലിസ്റ്റ് ഓഫ് ഇൻട്രസ്റ്റഡ് അപ്ലിക്കേഷൻസ് ഒരു ഇൻട്രസ്റ്റഡ് അപ്ലിക്കേഷൻ്റെ ഒരു വലിയൊരു ലിസ്റ്റ് കിട്ടും അവസാനം റിക്രൂട്ട്മെന്റിന്റെ ശേഷം. സെലക്ഷന് ശേഷം എന്തായിരിക്കും ഒരു ഫൈനൽ ഹയറിങ്ങിനുള്ള അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആയിരിക്കും കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആയോ അഞ്ജലി? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. സ്റ്റാഫിംഗ് ഈസ് ദ മോസ്റ്റ് വൈറ്റൽ അസറ്റ് വിത്ത് an organization, without which it cannot move ahead in the competitive world. It can be equated with HR management, as both have same sort of objectives. Staffing is an open system approach. It is carried out within enterprise, but also is linked to external environment. നമുക്കറിയാം അല്ലേ, ഇതൊരു HR മാനേജ്മെന്റിന്റെ ഒരു ഓൾമോസ്റ്റ് ഈക്വേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ ആണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതൊരു ഓപ്പൺ സിസ്റ്റം അപ്രോച്ച് ആണ്. ഇത് എന്തെങ്കിലും ഒരു കമ്പനിയിൽ മാത്രം ഇന്റേണൽ ആയിട്ടുള്ള ഒരു സംഭവമല്ല, ഇതൊരു എക്സ്റ്റേണൽ എൻവയൺമെന്റുമായിട്ട് ലിങ്ക് ചെയ്യുന്ന, കമ്പനിയിൽ ലിങ്ക് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ് സ്റ്റാഫിംഗ്. ഓക്കെ, ഇത്രയാണുള്ളത് സ്റ്റാഫിംഗ്. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് നിർത്താം. താങ്ക് യു.